ഇക്ക എപ്പോഴും പുതുമുകൾക്ക് അവസരം കൊടുക്കുകയാണല്ലോ. മറ്റാരുമല്ല, നമ്മുടെ ആറാട്ടാണ്. ആറാട്ടനെ കാണിച്ചത് ആറാട്ടൻ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. ഇത്രയും വലിയ രഹസ്യം സൂക്ഷിക്കാനുള്ള കൽപ്പിക്കില്ല എന്റെ പ്രേമ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ. തുടക്കത്തിൽ തന്നെ ഞാനുണ്ട്, ആദ്യത്തെ സീനിൽ തന്നെ ഞാനുണ്ട്. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? എല്ലാം വിധിയുടെ വിളയാട്ടം. ആറാട്ടൻ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. മറ്റേ റിക്യൂവിനെ പിടിച്ചു വെച്ച പോലെ പിടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു. അതുകൊണ്ട് എന്തായി കഴിയാലും അത് ഇനി സ്പോയിലർ അല്ല, ആറാട്ടനുണ്ടാ. എന്റെ ആക്ട് നന്നായിരുന്നില്ലേ? ഇതുപോലെ ഞാൻ വിചാരിച്ചത്ര നന്നായിട്ടില്ല. അതെ, ഇവിടെ വിചാരിക്കാൻ വേറെ ആളുണ്ട്. അതുകൊണ്ട് എന്തായി കഴിയാലും അത് ഇനി സ്പോയിലർ അല്ല, ആറാട്ടനുണ്ടാ. എന്ന മെസ്സേജ് നമുക്ക് അവസരം കൊടുത്തിന് എണ്ണ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. കോമ്പിനേഷൻ സീനൊന്നുമില്ല. സിദ്ധാർത്ഥ് ഭരതനും ഗൗതമേനും. അതൊക്കെ പോട്ടെ, ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഞാൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തിയുണ്ട്. ഗൗതമേനും വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. ഈ വർഷത്തിൽ പോയപ്പോൾ ക്യാരവനിൽ കിട്ടിയതാണ്. ഏതായാലും എനിക്ക് വളരെ കാണുമ്പോ ഭയങ്കര കയ്യടിയായിരുന്നു. കയ്യടിയാണല്ലേ? അതെ സർ. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. സദസ്സിൽ നിന്ന് ഉയർന്ന കരഘോഷം ഇവിടത്തെ കിഴങ്ങന്മാരെന്ന് കാണേണ്ടതായിരുന്നു. ബാഡ് ബോയ്സ് വന്നപ്പോൾ അതേപോലെ ഞാൻ അവസരം വിചാരിച്ച് എന്നെ മാറ്റിയിട്ട് പെരേറെ കൊണ്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച സീൻ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ, കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയാണല്ലോ. അത് ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണ്. ഇനി അയ്യപ്പനാശാന്റെ സമയം തെളിയാൻ പോവല്ലേ? അതെ, ഞാൻ വിചാരിച്ച സീൻ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ, കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയാണല്ലോ. അത് ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണ്. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും അത് സന്തോഷം. ബഷീർ നല്ല പടയായിട്ട് എനിക്ക് തോന്നിയത്. ബാഡ് ബോയ്സ് കാണാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചീറ്റിപ്പോയല്ലേ? ചളവാക്കാതെ പോളെ നീ പറ. യാതൊരു ലാഗ് ഞാൻ കണ്ടില്ല. വളരെ യാതൊരു ലാഗും കണ്ടില്ല. വേറെ സബ്ജക്ട് സ്റ്റൈലിഷ് ആയിട്ട് മമ്മൂട്ടി കാണിച്ചിട്ടുണ്ട്. നല്ല റിപ്പോർട്ടാണല്ലേ? ഓക്കെ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഞങ്ങളോ? എനിക്ക് അവനെ അത്ര പിടിക്കുന്നൊന്നുമില്ല. വർഗീസ് അവൻ പാവല്ലേ? ഇല്ല സാർ, ഇവനെ കണ്ടാൽ അറിയാൻ കള്ളനാണെന്ന്. എന്താ വിഷു തൂത്തുവാരോ? തൂത്തുവാരട്ടെ. ബാഡ് ബോയ്സ് തൂത്ത് വരാൻ പറ്റില്ല. ഇത് തൂത്ത് വരട്ടെ. അന്നേരം പോട്ടെ. എന്നാലും വളരെ സന്തോഷം. ഭാഗ്യവാൻ. എനിക്ക് നിന്റെ അടുത്ത് അസൂയ തോന്നുന്നടാ. അസൂയ തോന്നാൻ വരട്ടെ. ഇനി എന്തെല്ലാം നീ കേൾക്കാനിരിക്കും, കേട്ട് ഞെട്ടാനിരിക്കും. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.